ഇത് തിരൂർ റെയിൽവേ സ്റ്റേഷൻ. വിരാടം വിനോദം ഇന്ന് ദേവഭൂമിയായി മാറിയ നിളയുടെ തീരത്തേക്കാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഇത് തിരുനാവായ. നമസ്കാരം. മലപ്പുറം ജില്ലയിലെ തിരുനാവായ നാവാമുകുന്ദ ക്ഷേത്രത്തിൻ്റെ പരിസരത്താണ് നൂറ്റാണ്ടുകൾക്ക് ശേഷം നടക്കുന്ന മാഘ മഹോത്സവ വേദിയാണ് എൻ്റെ തൊട്ട് പുറയിൽ കാണുന്നത്. ഇന്ന് വസന്തപഞ്ചമി ദിനമാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രത്യേക പൂജകളൊക്കെ ഉണ്ട്. ഇവിടെ ഭാരതപ്പുഴയുടെ തീരമാണ്. ഇവിടെ ത്രിമൂർത്തി സംഗമ വേദിയും കൂടെയാണ്. 3 മൂർത്തികളും ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരും ഒന്നിച്ച് നിൽക്കുന്ന ഒരു സ്ഥലവും കൂടിയാണ് ഇവിടെ. ശരിക്കും എറണാകുളം സൈഡിൽ നിന്ന് വരുമ്പോൾ നമ്മൾ കുറ്റിപ്പുറത്ത് ഇറങ്ങുന്നതാണ് തിരുനാവായിലെത്താൻ സൗകര്യം. പക്ഷേ തിരൂർ എന്നെ എത്തിച്ചത് എൻ്റെ ഈ 3 സുഹൃത്തുക്കളാണ്. ഇതിൽ വെളുത്ത ഷർട്ടിട്ടത് ജയൻ ചേട്ടൻ, പച്ച ഷർട്ടിട്ടത് ശ്രീ കരുണാകരൻ, കറുത്ത ഷർട്ടിട്ട ശിവാനന്ദൻ. ഇവർ 3 പേരും മലപ്പുറംകാരാണ്. നിളാരതി കാണുന്നതിന് വേണ്ടിയിട്ട് എന്നെ അക്കരയ്ക്ക് വിട്ടേച്ച് അവർ ഇക്കരെ കാത്തിരിക്കുകയായിരുന്നു. തിരിച്ചു വന്നപ്പോഴുള്ള കാഴ്ചയാണ് കണ്ടത്. ഇനി നമുക്ക് ഇവിടുത്തെ പ്രശസ്തമായ നാവാമുകുന്ദ ക്ഷേത്രം കാണാം. ഇത് ആരതി കണ്ടതിന് ശേഷമുള്ള കാഴ്ചകളാണ് കേട്ടോ. അതിനുശേഷം നമുക്ക് ഭാരതപ്പുഴയും അതുപോലെ മാഘ മഹോത്സവം നടക്കുന്ന മണൽത്തിട്ടയും നീള ആരതിയും ഒക്കെ കാണാം. ഇവിടെ നിന്ന് നോക്കിയാൽ ഈ കാണുന്നതാണ് നീള ആരതി നടന്ന സ്ഥലം. അപ്പോൾ ഇനി കാഴ്ചകളിലേക്ക്. ഇതാണ് നാവാമുകുന്ദ ക്ഷേത്രത്തിൻ്റെ പ്രവേശന കവാടം. നമുക്ക് ആദ്യം താൽക്കാലികമായിട്ട് നിള ക്രോസ് ചെയ്തതിന് നിർമ്മിച്ചിരിക്കുന്ന പാലവും ആ പരിസരങ്ങളും ഒക്കെ ഒന്ന് കാണാം. ആൾക്കാർ ഇപ്പോഴേ ക്യൂവിലാണ്. കണ്ടിട്ട് വന്നിട്ട് നമുക്ക് ക്യൂവിൽ കയറാം. ഇതാണ് ആ താൽക്കാലിക പാലം. ഈ പാലത്തിലൂടെ വേണം നമുക്ക് മണൽപ്പരപ്പിലേക്ക് എത്താൻ. ഈ കാണുന്നത് ഭാരതപ്പുഴയാണ്. ഈ പാലത്തിലൂടെയാണ് അപ്പുറത്ത് ആരതി നടക്കുന്നത്. നീള ആരതി നടക്കുന്ന സ്ഥലമാണ് അപ്പുറത്തുള്ളത്. ഭാരതപ്പുഴയുടെ തീരത്ത് ഈ കാഴ്ചകൾ നമുക്ക് കാണാം. എന്ത് സുന്ദരിയാണ് ഭാരതപ്പുഴ എന്ന് നോക്കി. ഈ സന്ധ്യാസമയത്ത് പടിഞ്ഞാറ് സൂര്യൻ അസ്തമിച്ചു വരുന്നു. അപ്പോൾ നമുക്ക് ആരതിയൊക്കെ കാണാനായിട്ട് പോകേണ്ടതുണ്ട്. അപ്പോൾ കാഴ്ചകൾ നമുക്ക് കണ്ട് നടക്കാം. ഇത് ദൂരെ കാണുന്നത് പുഴയ്ക്ക് അക്കരയല്ല, പുഴയുടെ നടുഭാഗം തന്നെയാണ്. മണൽത്തിട്ടയാണ്. ആ മണൽത്തിട്ടയിൽ കാണുന്നതാണ് യജ്ഞശാല. തൊട്ട് അടുത്ത് കാണുന്നതാണ് നിള ആരതി നടക്കുന്ന സ്ഥലം. പുഴയ്ക്ക് ഇവിടെ ഏതാണ്ട് 1 കിലോമീറ്ററിലധികം വീതിയുണ്ട് കേട്ടോ. ഇതിൻ്റെ അപ്പുറത്തെ സൈഡിലാണ് തവനൂർ മഹാദേവ ക്ഷേത്രവും തവനൂർ ബ്രഹ്മ ക്ഷേത്രവും ഉള്ളത്. ഒരു ചെറിയ സന്യാസി സമൂഹം കടന്നു പോകുന്നു. ജനുവരി 18 മുതൽ ഫെബ്രുവരി 3 വരെയാണ് മാഘമഹോത്സവം നടക്കുന്നത്. നൂറ്റാണ്ടുകളായി മുടങ്ങിക്കിടന്ന മാഘമഹോത്സവമാണ്. അപ്പോൾ തിരക്ക് ഏറി വരുന്നുണ്ട്. അപ്പോൾ വരുന്നവർ ഈ തിരക്കൊക്കെ അറിഞ്ഞു വേണം ഇങ്ങോട്ടേക്ക് എത്താനായിട്ട്. അങ്ങനെ നമ്മൾ ക്യൂവിലേക്ക് കടക്കാനായിട്ടുള്ള ഒരു ശ്രമമാണ്. ഇത് നാവാമുകുന്ദ ക്ഷേത്രത്തിലേക്കുള്ള വഴിയാണ്. അങ്ങനെ ഞാനും ആ ക്യൂവിൽ കയറിപ്പറ്റി. സുഹൃത്തുക്കളിൽ കരുണാകരൻ്റെ കാലിന് ചെറിയൊരു ആക്സിഡൻറ്റ് പറ്റിയത് കാരണം അദ്ദേഹത്തിന് നടക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് 3 പേരും ഇക്കരെ തന്നെ കാത്തിരുന്നു. എന്നെ അക്കരയ്ക്ക് വിട്ടിട്ട് ചെറിയ കച്ചവടങ്ങളൊക്കെ നടക്കുന്നു. ആൾക്കാരൊക്കെ കടലയൊക്കെ കുറിച്ച് ആസ്വദിച്ച് പതിയെ ഇങ്ങനെ നിൽക്കുകയാണ്. മെറ്റൽ ഡിറ്റക്ടറൊക്കെ വെച്ചിട്ടാണ് ആൾക്കാരെ അകത്തേക്ക് വിടുന്നത്. എന്താണേലും വളരെ ഓർഗനൈസ്ഡ് ആയിട്ടാണ് ഈ പ്രോഗ്രാം നടക്കുന്നത്. ഇത് ഇന്ത്യയിലെ ഏറ്റവും വലിയ സന്യാസി സമൂഹമായിട്ടുള്ള ജൂന അഖാഡയുടെ നേതൃത്വത്തിലാണ് ഈ മാഘ മഹോത്സവം ഇവിടെ നടത്തുന്ന. മലയാളിയാണ് ഇപ്പം അതിൻ്റെ മഹാമണ്ഡലേശ്വർ. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ഈ പ്രോഗ്രാം ഇവിടെ നടക്കുന്നത്. വളരെ ഓർഗനൈസ്ഡാണ്, വളരെ കോപ്പറേറ്റീവാണ്. അതുപോലെ പോലീസും അതുപോലെ സന്നദ്ധ സംഘങ്ങളും. അങ്ങനെ നമ്മൾ മണൽപ്പരപ്പിലെത്തി. ആൾക്കാർ ഒഴുകി എത്തിക്കൊണ്ടിരിക്കുകയാണ്. വളരെ വിശാലമായ മണൽപ്പരപ്പാണ്.
നമുക്ക് ഈ മണൽപ്പരപ്പിൻ്റെ കാഴ്ചകൾ, ഈ മണൽത്തിട്ടയിലെ കാഴ്ചകളൊക്കെ കാണാം. കുംഭമേളയിലെ ഗംഗാ സ്നാനം പോലെ തന്നെ ഇവിടെ നിളയിൽ സ്നാനത്തിനുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. വളരെ സൂക്ഷിക്കണമെന്നും എഴുതി വച്ചിട്ടുണ്ട്. കാരണം ആഴമുള്ള നിളയാണ് ഇവിടെയുള്ളത്. ഭാരതത്തിൽ വളരെ അത്യപൂർവമായി കാണുന്ന ബ്രഹ്മ, വിഷ്ണു, മഹേശ്വര 3 പേരും ഒത്തുചേരുന്ന അപൂർവമായ ത്രിമൂർത്തി ഈ സംഗമ സ്ഥലവും കൂടിയാണിത്. ഇത് യജ്ഞശാലയാണ്. ഇവിടെ നമുക്ക് ദ്രവ്യങ്ങൾ അർപ്പിക്കാം. നൂറ്റാണ്ടുകളായി മുടങ്ങിക്കിടന്ന മാഘമഹോത്സവം, അതിൻ്റെ ഭാഗമായിട്ടുള്ള നിള ആരതി നടക്കുന്ന സ്ഥലമാണ് ഈ കാണുന്നത്. നിള ആരതി ഇവിടെ ചെയ്യുന്നത് വാരണാസിയിൽ ഗംഗാ ആരതി നടത്തുന്ന അതേ കാശ്മീരി പണ്ഡിറ്റുകളാണ്. തിരുനാവായിലെ ഈ മണൽത്തിട്ട ഒരു ഉത്സവ സ്ഥലമല്ല, ഒരു ആത്മീയ കേന്ദ്രമാണ്. തിരുനാവായയുടെ ആത്മാവ് ഇവിടെ 3 ദേവാലയങ്ങളിൽ പൂർണ്ണമാകുന്നുണ്ട്. നാവാമുകുന്ദ ക്ഷേത്രവും ബ്രഹ്മക്ഷേത്രവും ശിവക്ഷേത്രവും. ദൂരെ കാണുന്നതാണ് നാവാമുകുന്ദ ക്ഷേത്രം, പുഴയ്ക്കപ്പുറം. ഈ കാണുന്നതാണ് നാവാമുകുന്ദ ക്ഷേത്രം. അവിടെയും അതിൻ്റെ പടവുകളിൽ ഒരുപാട് ആൾക്കാർ, ഭക്തർ നിള ആരതി ദർശിക്കുന്നതിന് വേണ്ടിയിട്ട് ഇരിക്കുന്നത് കാണാം. ആകാശത്ത് ചന്ദ്രനെ കാണാം. ഒരു തോണി അക്കരയ്ക്ക് പോകുന്നത് കാണാം. വേദമന്ത്രോച്ചാരണങ്ങൾ കൊണ്ട് മുഖരിതമാണ് ഈ അന്തരീക്ഷം. ഭക്തിയുടെയും ആത്മീയതയുടെയും പാരമ്യത്തിൽ എത്തി നിൽക്കുന്ന ഒരു അന്തരീക്ഷവും. പണ്ഡിറ്റുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. നിള ആരതി ആരംഭിക്കുന്നതിനുള്ള സമയമായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കിനി നിള ആരതിയുടെ ഭക്തിയിലേക്ക്, ഈ കാഴ്ചകളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇനിയും ഏതാണ്ട് 12 വർഷങ്ങൾക്ക് ശേഷം മാത്രം നടക്കാൻ പോകുന്ന മാഘമഹോത്സവമാണിത്. നിള ആരതി ആരംഭിക്കുകയായി. കാണാലോ അങ്ങോട്ട് കാണാം പോട്ടെ.
ഏതാണ്ട് 1 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന നിള ആരതിയുടെ അവസാന ഭാഗങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ആൾക്കാരിനി പതിയെ പിരിഞ്ഞു പോകാനുള്ള ശ്രമങ്ങളും ആരംഭിച്ചിട്ടുണ്ട്. അതിൻ്റേതായിട്ടുള്ളൊരു തിരക്കൊക്കെ ഉണ്ട്. പക്ഷേ വളരെ നല്ല ഓർഗനൈസ്ഡ് പരിപാടി ആയതുകൊണ്ട് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ മാത്രമേ അക്കരയ്ക്ക് കടത്തിവിടുന്നത് കൊണ്ട് വളരെ സേഫായിട്ട് തന്നെ നമുക്ക് പോയിട്ട് വരാം. ആരും തിക്കും തിരക്കും ഉണ്ടാക്കേണ്ട കാര്യമില്ല. അതും സത്യം പറഞ്ഞാൽ ഇവിടെ കണ്ടില്ല എന്ന് വേണം കരുതാനായിട്ട്. കാര്യം ക്യൂവും ബഹളങ്ങളും ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും പോലും കൂടെ അതിശക്തമായ ഒരു പ്രശ്നങ്ങളൊന്നും അവിടെ ഉണ്ടായിട്ടില്ല. അപ്പോൾ നമ്മളും നിള ആരതി ആസ്വദിച്ച് പതിയെ പിരിയുകയാണ്. ഈ കാണുന്നത് യജ്ഞശാലയും അതുപോലെ പ്രസാദം നൽകുന്ന സ്ഥലങ്ങളൊക്കെയാണ്. ഇവിടുന്ന് 800 മീറ്റർ പുഴയ്ക്ക് അക്കരെയാണ് തവനൂർ മഹാദേവ ക്ഷേത്രവും ബ്രഹ്മാവിൻ്റെ ക്ഷേത്രവും. നമുക്ക് അവിടെയും കൂടി ഒന്ന് പോയി ഒരു ചെറിയ സന്ദർശനം നടത്തി വരാം. പുഴയിൽ നമുക്ക് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു തിട്ട ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് നടന്ന് ക്രോസ് ചെയ്യാം. ഈ കാണുന്നതാണ് തവനൂർ മഹാദേവ ക്ഷേത്രം. ക്ഷേത്രത്തിൻ്റെ നടയൊക്കെ അടഞ്ഞടക്കാണ്, രാത്രിയാണല്ലോ. ദൂരെ കുംഭമേള നടക്കുന്ന സ്ഥലം കാണാം. ഈ വഴിയിലൂടെയാണ് ബ്രഹ്മ ക്ഷേത്രത്തിലേക്ക് പോകേണ്ടത്. അവിടെയും കൂടെ പോയി നമുക്കൊന്ന് ഒരു ദർശനം നടത്തി വരാം. ക്ഷേത്രം അടഞ്ഞു കിടക്കുകയാണ്. ഇതാണ് ബ്രഹ്മക്ഷേത്രത്തിൻ്റെ മുൻവശം. ഇനിയും അടുത്ത മാഘമഹോത്സവത്തിനുള്ള കാത്തിരിപ്പാണ്. അങ്ങനെ മണൽത്തിട്ടയിൽ നമ്മൾ തിരിച്ചെത്തി. പാലം കടന്നു കഴിഞ്ഞാൽ എൻ്റെ സുഹൃത്തുക്കൾ അവിടെ കാത്തുവെപ്പുണ്ട്, അവരെ കാണാം. ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങളെ രേഖപ്പെടുത്തുക. അതുപോലെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്ത വീഡിയോയും അടുത്ത കാഴ്ചകളുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി.